ഇന്നലത്തെ പരിപാടിയായിരുന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡുവാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡു എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. കിസ്മിസ്, ബദാം, ആൽമോണ്ട്, കാജു ബദാം, അതായത് കശുവണ്ടി പരിപ്പ്, എല്ലാ സാധനവും നമ്മൾ എത്രയൊക്കെ ഉണ്ടോ അതൊക്കെ, കാഷ്യൂനട്ട്, അതല്ലാതെ എല്ലാ സാധനങ്ങളും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിലടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അതിൻ്റെ കൂടാതെ നമ്മൾ സെപ്പറേറ്റ് ഇട്ടത് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. റോഡ് സീഡ്സ് മേടിച്ചിട്ടു. ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ടതാണ് കേട്ടോ റോഡ് സീഡ്സ്. അതൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ സൺഫ്ലവർ സീഡ്സ്, ഇത് ഞാൻ ബോട്ടിലിൽ ഒരു ഇച്ചിരി വച്ചെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇട്ട് കേട്ടോ. ഉണ്ടാക്കിയത്, അതായത് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിലൂടെ അതും കൂടെ ഇട്ടുണ്ടാക്കിയത്. പംകിൻ സീഡ്സ്, എല്ലാ സീഡ്സുകളും ഇടാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മുരിങ്ങയിലയുടെ പൗഡറും കൂടെ കുറച്ച് ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറുത്ത എള്ളും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് നില കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഈ സീഡ്സിലൊക്കെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് കണ്ടോ. ഈ സീഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ റോഡ് സീഡ്സ്, പിന്നെ സൺഫ്ലവർ സീഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയ സാധനങ്ങളാണ്. പിന്നെ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് കൂടുതലാവില്ല. ഡയറ്റ് കൺട്രോളൊക്കെ ഉള്ളവർക്ക് ഇതിൽ നിന്ന് 1-2 ഒക്കെ കഴിച്ചാൽ മതി. ഇത് കൂടാതെ ഞാൻ ഇത്രയല്ല കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബോട്ടിലും വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു, ബോട്ടിലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് അടുത്ത ബോട്ടിലിട്ട് ഞാൻ അങ്ങോട്ട് വെക്കും. ഇത് കണ്ടു, ബോട്ടിലിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഇച്ചിരി പാടാണ് കേട്ടോ വറുത്ത് പൊളിച്ചൊക്കെ എടുക്കാൻ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട്. ഈന്തപ്പഴം നിങ്ങൾക്കറിയാമല്ലോ, അയൺ കൂടുതലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ഹെൽത്തിന് പറ്റിയ സാധനങ്ങളാണ്. ഇന്നത്തെ പണിയൊക്കെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ലഡ്ഡു ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെയൊക്കെ വീട്ടിലുണ്ടാക്കുക. ഇച്ചിരി പാടുപെടണം കേട്ടോ. നമ്മൾ ടൈമൊക്കെ എടുത്ത് അതിൻ്റേതായ പാടുപെട്ടില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഞാനൊരു കുപ്പിയിലാക്കി ഇങ്ങോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് അത്യാവശ്യമുള്ളതൊക്കെ പിള്ളേർ കഴിച്ചോളും. വന്നും പോയൊക്കെ ഡെയിലി 2 കഴിച്ചോളും. ഇതിൽ ഒരു ഐറ്റമല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് സീഡ്സൊക്കെ അടങ്ങിയതാണ്. എല്ലാവിധ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കണമെങ്കിലുണ്ടല്ലോ, നമ്മൾ കുക്കിംഗ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാം ഒത്തിരി പാടുപെടണം. പാടുപെടാതെയൊന്നും പറ്റില്ല കേട്ടോ. ഇതൊക്കെ നല്ലോണം പാടുപെട്ടാലേ ഇരിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി ടൈം എടുക്കണം. ഇതിൻ്റെ ഞാനെല്ലാം ഉണ്ടാക്കും. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും വീട്ടിന് വേണ്ടിയും എല്ലാം ഉണ്ടാക്കിയൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഇടയിലാണ് ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതും പിന്നെ അതുകൂടാതെ അത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ. നമ്മൾ എന്തൊക്കെ ആദ്യം വീടും പിള്ളേരെയും ഭർത്താവിനെയൊക്കെ നമുക്ക് നോക്കണ്ടേ. അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അവരുടെ ഹെൽത്തൊക്കെ നോക്കണ്ടേ, നമ്മുടെ ഹെൽത്തും നോക്കണം. അപ്പോൾ ഇതാണ് കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ മോൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതല്ലേ. ഇന്നലത്തെ പണി മൊത്തം ഇത് തന്നെയായിരുന്നു. കാരണം നമുക്ക് ദീപാവലിക്ക് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ഉണ്ട് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, ബാക്കിയുള്ള ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കാരണം അത് ഉണ്ടാക്കി വെറുതെ ഇവിടെ ചീത്തയാകണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് മോള് ഈ സൺഫ്ലവർ സീഡ്സും മറ്റേ സീഡ്സൊക്കെ എല്ലാ സീഡ്സുകളും നമ്മൾ ഓൺലൈനിൽ വരുത്തി അതങ്ങ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ചോളും കേട്ടോ. അവരുടെ ഹെൽത്തിനൊക്കെ നല്ലതല്ലേ, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ, ബദാമും എല്ലാം ഇരിപ്പുണ്ട്. കുറച്ച് ഇവിടെ വച്ചു, ഇനിയുണ്ട് ഒരു ബോക്സൊക്കെ, അത് പൊട്ടിക്കാതെ വച്ചു എന്തിനെങ്കിലും അത്യാവശ്യം. ബാക്കിയുള്ളതെല്ലാം ലഡ്ഡു ഉണ്ടാക്കി വെച്ചു. കുറേ കിട്ടിയായിരുന്നു, കുറേ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ ദീപാവലിയുടെ. അപ്പോൾ അതൊക്കെ കൂടെ ചെയ്തു. നമ്മളിങ്ങനെയും മേടിച്ച് ഇല്ല, ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ കുക്കിംഗ് വീഡിയോയിലൊക്കെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡു, പിന്നെ കൂടാതെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡ്ഡു, പിന്നെ ഈ മക്കാനയുടെ ലഡ്ഡു ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൽ ഈ മക്കാനയും വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇത് ഒരു ദിവസം ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ 2-3 പാക്കറ്റ് ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് വറുത്ത് മൂത്തൊക്കെ തിന്നാന്നാണ് കേട്ടോ മക്കാന. അപ്പോൾ
മക്കാനി വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇട്ട് നമുക്ക് ലഡ്ഡു ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇത് വേറെ ഒരു ദിവസം ഉണ്ടാക്കാം ലഡ്ഡു എന്ന് വിചാരിച്ച് മക്കാന വച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് മക്കാന ഇത് വേറൊരു ദിവസം ഉണ്ടാക്കാം, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് വച്ചിരിക്കുന്നത്. ഇത് മക്കാന ഞാൻ ഇട്ടിട്ടില്ല, മക്കാന ഇടാതെ തന്നെ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. വെറുതെ കുറേ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ പിള്ളേർക്കും ഒക്കെ നല്ലതായിട്ട് കഴിക്കും. നമ്മുടെ ഹെൽത്തിനും പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയ സാധനങ്ങളാണല്ലോ. കണ്ണിനും മുടിക്കൊക്കെ വളരെ നല്ലതാണ്, സ്കിന്നിനൊക്കെ കേട്ടോ. അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തന്നേ ഉള്ളൂ. ഇതുപോലത്തെ സ്വീറ്റ്സൊക്കെ നമുക്ക് കിട്ടും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ. ഇതുപോലെയൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ സ്വീറ്റ്സൊക്കെ, ഒരുപാട് റോഡ് സ്വീറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യുക. എല്ലാം കൂടെ ഇട്ട് ചെയ്യുമ്പോൾ അതൊക്കെ പിള്ളേരുടെ ശരീരത്തിൽ. മുരിങ്ങയ്ക്ക പൗഡറിനെ കുറിച്ച് പറയാം. മുരിങ്ങ ഇലയുടെ പൗഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ കടകളിലൊക്കെ. അപ്പോൾ ഇത് നല്ല ഓർഗാനിക് പൗഡർ എന്ന് അറിയാമല്ലോ. മുരിങ്ങ ഇലയുടെയൊക്കെ ഗുണങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ. ഇതുണ്ടല്ലോ, രാവിലെ ഇച്ചിരി തിളപ്പിച്ചാറ്റി, അതൊരു തിളപ്പിച്ച് വെള്ളം എടുക്കണം. എന്നിട്ട് ആറ്റി ഒരു ഹൽക്ക ഒരു ലുക്വാം വാട്ടറിൽ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രഷർ അത് ഇത് ഒരുപാട് രോഗങ്ങൾ മാറിക്കിട്ടും കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ കഴിക്കാറുണ്ട്. ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് മീറ്റൊക്കെ വളരെ കുറവാണ് കേട്ടോ. നമ്മൾ കൂടുതൽ പച്ചക്കറിയും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെയൊക്കെ മേടിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂജാ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ ഭയങ്കര വില കേട്ടോ നെല്ലിക്ക. എന്നിരുന്നാലും ഒരു അരക്കിലോയൊന്നും ഇല്ല, എന്നാലും ഒരു 300 ഗ്രാം മേടിച്ചുകൊണ്ട് വന്നാൽ അത് അപ്പം തന്നെ ഉപ്പിലിട്ട് വെള്ളം ഇട്ട് ഇങ്ങോട്ട് വച്ചു. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് പൊറിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാം. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി പാടുപെടണം കേട്ടോ. പാടുപെടാതെയൊന്നും ഇതൊക്കെ ഭയങ്കര പാടുപെടാതെയൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ് ചെയ്യണം. തന്നെ ഭക്ഷണം പാചകം ചെയ്താൽ എഡിറ്റിങ് ചെയ്യുന്നത് കേട്ടോ. ഒരു കയ്യിൽ മൊബൈൽ ചിലപ്പോൾ തെറ്റിപ്പോയി, ഒരു 10 പ്രാവശ്യം തെറ്റിപ്പോയിട്ടായിരിക്കും പിന്നെ രണ്ടാമത് ശരിയാവുന്നത്. കാരണം നമുക്ക് യൂട്യൂബ് എന്നും പറഞ്ഞ് ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഭർത്താവും മക്കളൊക്കെ ഉള്ള ആദ്യം നമ്മുടെ ഫാമിലി അല്ലേ. ഫാമിലി കഴിഞ്ഞിട്ടാണ് പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈഡാണ്, ഒരു പാഷൻ മാത്രമാണ്, സൈഡാണ്. അതിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫാമിലി ആയിട്ടുള്ളവരും അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണവും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് സമയത്ത് എല്ലാം ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ അതിൻ്റെ ഇടയിൽ പിടിക്കുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് കേട്ടോ എഡിറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിലേന്നും പറഞ്ഞാൽ നമുക്ക് ഇരിക്കാനും പറ്റില്ല. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുമ്പോഴും ഓരോ പണി ഒരു കൈ കൊണ്ട് ചെയ്യുന്ന പണി ഇടയ്ക്കൊക്കെ ഫോണിൽ നിറച്ചും അഴുക്കായിരിക്കും. പിന്നെ ഞാനത് തുടയ്ക്കും. കാരണം ഒരു കുക്ക് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ എഡിറ്റിങ് ചെയ്യുന്നതിന്. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് ഓരോ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഓരോ കണ്ടൻറ്റ് കൊണ്ടുവരുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ കൽക്കട്ടയിൽ എനിക്ക് ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ. എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് യൂട്യൂബിൽ വന്ന് നിൽക്കുക, അവർക്ക് അതിനെക്കുറിച്ചൊന്നും അത്ര അധികം അറിയില്ല. അവർ ഹയർ സ്റ്റഡി അല്ലെങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ അവരതിലേക്ക് യൂട്യൂബിലേക്ക് വലിയ ഇതില്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ചെറിയ മൊബൈലിൽ നോക്കിയിട്ടാണ്, എൻ്റെ പാറ്റേൺ നോക്കിയിട്ടാണ് ഞാൻ എഡിറ്റിങ് എൻ്റെ അറിവോട് കൂടെയുള്ള എല്ലാ സാമാന്യമായ അറിവിൽ ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. ഒരുപാട് കഷ്ടപ്പെട്ട ഈ വീഡിയോസും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്നാമത്തെ ദീപക്കും ഇല്ല, നല്ല പണിയുണ്ട്. 2 ഷോൾഡർ ഭയങ്കര വേദന കേട്ടോ പണിയെടുത്തെടുത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ പൗഡറുകളും ഒക്കെ മേടിച്ച് കഴിക്കുക. കൂടുതലും എണ്ണപ്പലഹാരങ്ങളും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെയ്യോ എണ്ണയോ ഒന്നുമില്ല. ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ ഇപ്പോൾ എണ്ണയോ നെയ്യോ ഒന്നുമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് അറിയാമല്ലോ നമ്മളിപ്പോൾ ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഒരു 3 കിലോ ആണ് കേട്ടോ. 4 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. 4 കിലോളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പാക്കറ്റൊക്കെ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇരുന്നിരുന്ന് ചീത്ത വന്നതിനേക്കാൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മക്കളൊക്കെ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഞാൻ മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ ഇതും കൂടെ എടുത്ത് കാണിച്ചു തന്നതാണ് കേട്ടോ. നമ്മൾ ഈ ലഡ്ഡു ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും നെയ്യൊന്നും ഒഴിക്കൂല കേട്ടോ. നമ്മൾ ഈന്തപ്പഴത്തിന് കിസ്മിസിൻ്റെ ആ ഒരു നനവുണ്ടല്ലോ നമ്മൾ അരച്ചെടുക്കും, അതിലാണ് ഇതെല്ലാം പൊടിയാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇച്ചിരി പാടാണ്, ഒരുപാട് ടൈം എടുത്തു. ഇന്നലെ തന്നെ എനിക്ക് 2 മണിക്കൂറോളം എടുത്തു, 2-2.5 മണിക്കൂറോളം എടുത്തു. ഇതൊക്കെ വേർതിരിച്ച് ഇതിൻ്റെ അകത്ത് തൊലിയൊക്കെ പൊളിച്ച് എടുത്ത് വന്ന് അങ്ങനെയൊക്കെ കേട്ടോ.
അച്ഛനെ മാർക്കറ്റിൽ പോയി, അതാണ് ആ ചെന്ന് നോക്കുന്നത് കേട്ടോ, അവന് ചിക്കൻ മേടിക്കാൻ. ഇത് കണ്ടോ, ഇന്ന് കുളിക്കണം, ഇന്ന് സൺഡേ ആണ്. അവിടെ കയറി ഇരിക്കുന്ന, ഇനി അച്ഛൻ വരുന്നവരെ അവിടെ ഇരിക്കേ. അപ്പോൾ എന്താണെന്നറിയാമോ, മാർക്കറ്റിൽ പോയത് താഴെ കൊണ്ടുപോയി അവനെ ഗേറ്റ് വരെ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കൂടെയാണ് ഞാൻ നാളെ ഇടുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. ഞായറാഴ്ചത്തെ വീഡിയോ ഒക്കെയാണ്. തിങ്കളാഴ്ച തൊട്ട് ഇവിടെ ചക്രവാള ചുഴിയും കൊടുങ്കാറ്റൊക്കെ ഉണ്ടാവും എന്നാണ് ബംഗാളി ന്യൂസിലൊക്കെ പറയുന്നത്. ഇവിടെ അനൗൺസൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, ആരും പുറത്തിറങ്ങുന്നത്. 2 ദിവസം ബംഗാൾക്കിടൻ്റെ ഡിപ്രഷനും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല മഴയും കൊടുങ്കാറ്റും ഒക്കെ വരുമെന്നാണ് പറയുന്നത് കേട്ടോ, തൂഫാനൊക്കെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം ഇനി 2 ദിവസം എങ്ങനെയാണെന്നുള്ളതെന്ന് പറയാം. നമുക്ക് ഭൂമിയൊന്നും ഇല്ലല്ലോ, ഈ ഇട്ടവട്ടത്ത് കിടന്നുള്ള ഇത് മാത്രമാണ്. പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ പുറത്തെ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്ലാറ്റും താഴത്തെ ഫ്ലാറ്റിൽ ഇപ്പോൾ പണി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മേസ്ത്രിമാരൊക്കെ ഇനിയിപ്പോൾ കൊടുങ്കാറ്റൊക്കെ ആണെങ്കിൽ അതൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ, അല്ലാതെ അവർ വരത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കന്നിമാസം തൊട്ട് പൂജ അങ്ങ് തുടങ്ങും. അതായത് ദുർഗാപൂജ കഴിഞ്ഞ് കാളിപൂജ എന്ന് പറയുന്നത് ദീപാവലി കഴിഞ്ഞാൽ മഹാലക്ഷ്മി പൂജ, അത് കഴിഞ്ഞ് ഛഠ് പൂജ. ബീഹാരികളുടെ ഭയങ്കര ഒരു ഇതാണ് ഛഠ് പൂജ എന്ന് പറയുന്നത്. ഛഠ് പൂജ കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഭായിപ്പൊട്ട, ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആചാരങ്ങളും പൂജകളും ഒക്കെയാണ് ഇവിടെ കേട്ടോ. ഭായിപ്പൊട്ട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആചാരങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇതിനൊക്കെ മേസ്ത്രിമാർ ഗ്രാമത്തിൽ നിന്ന് വരുന്നവരല്ലേ ഈ കോൺട്രാക്ടർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഗ്രാമത്തിലേക്ക് ദുർഗാപൂജ സമയത്ത് പോയാൽ 1 മാസം അവിടെ നിന്നിട്ടേ വരുള്ളൂ. അതായത് ഈ ഭായിപ്പൊട്ടയും കാളിപൂജ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ പൂജകളും കഴിഞ്ഞ് അവർ ജോലിക്ക് വരത്തുള്ളൂ, അതാണ്. പിന്നെ ഇവിടെ അടുത്തടുത്തുള്ളവർക്ക് പെട്ടെന്നൊക്കെ വരാം എന്ന് മാത്രം. പക്ഷെ നമ്മളിവിടെ സ്ഥിരമായിട്ട് എടുക്കുന്ന പണിക്കാരൊക്കെ കോൺട്രാക്റ്റ് കൊണ്ടുവരുന്ന അവർ വന്നിട്ടല്ലേ ചെയ്യുള്ളൂ, അതാണ്. അപ്പോൾ മോനിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ലഡ്ഡുവിൻ്റെ ഞാൻ ചെയ്ത നല്ല കഠിന പ്രയത്നമായിരുന്നു കേട്ടോ. അതിൻ്റെ ഓരോന്നൊക്കെ നമുക്ക് ഓരോന്ന് പൊളിക്കേണ്ട സാധനങ്ങളുണ്ട്, പൊളിച്ചു എടുത്തു വറുത്തു. ഒത്തിരി നമ്മൾ കുറേ കഷ്ടപ്പെടാതെയൊന്നും ഇരിക്കില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ലൈവിൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഇപ്പോൾ ദീപക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഓൾ റൗണ്ട് പണിയാണ് കേട്ടോ. നമ്മൾ ഭക്ഷണം വെച്ച് തന്നെ പാത്രങ്ങൾ കഴുകി അടുക്കള തുടച്ചൊക്കെ വരുമ്പോൾ തന്നെ സമയം അങ്ങനെ പോകുന്നു. പിന്നെ പുറത്തെ പണികൾ, അലക്കൽ, നമ്മൾ ഡെയിലി തുടക്കുന്ന ആൾക്കാരാണ്. ഡെയിലി വിളക്ക് 2 നേരം കത്തിക്കുന്നുണ്ട്, ഡെയിലി തുടക്കുന്നത്. പിന്നെ നമ്മുടെ മോനുള്ളതുകൊണ്ട് അവനും നല്ല വൃത്തിയും മെനയും വേണം. പിന്നെ അവനുള്ളതുകൊണ്ട് അവനും എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ചു വാരലും തുടക്കലും പതിവാണ്. പലരും എന്നോട് ചോദിച്ചു ഡെയിലി എന്തിനാണ് തുടക്കുന്നത്. റഫായിട്ടെങ്കിലും തുടച്ചില്ലെങ്കിൽ പറ്റൂല കേട്ടോ, അതാണ്. മോൻ ഇങ്ങനെ ഇരിക്കുന്നത്, അച്ഛൻ മാർക്കറ്റിൽ പോയിട്ട് ഇനിയിപ്പോൾ ചിക്കൻ കൊണ്ടുവരണം. മഴയൊക്കെ വന്നാൽ മാർക്കറ്റിലും പോകാൻ പറ്റില്ല. ഇവിടെയൊന്നും പച്ചക്കറിക്കാരൊന്നും വരെയൊന്നുമില്ല കേട്ടോ. ഈ മഴയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി പച്ചക്കറിക്കൊക്കെ വില കൂടും. അപ്പോൾ അത് കാരണം അച്ഛൻ എൻ്റെ ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയിരിക്കുന്ന ഒരാൾ ജനലിൽ കൂടെ നിന്ന് നോക്കണം അച്ഛൻ പോയോന്ന്. നീ എന്തിനാ ഇത്ര അധികം നോക്കുന്നത്? അച്ഛൻ ചിക്കൻ മേടിക്കാനല്ലേ പൊന്നെ ചിക്കൻ മേടിക്കാനല്ലേ പോയത്. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലത്തെ പോലെ എപ്പോഴും കപ്പയും പഴവും ഒന്നും ഇവിടെ കിട്ടൂലല്ലോ. നമ്മൾ മലയാളി കടയിൽ പോണെങ്കിൽ ഇവിടെ നിന്ന് 1 മണിക്കൂർ നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും പോകുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ വീഡിയോ. അതായത് 2000 രൂപയുടെ സാധനം മേടിക്കണമെങ്കിൽ ഞാൻ 8000 രൂപ പെട്രോൾ അടിച്ച് പോകണം കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളി കട, ഇപ്പോൾ എല്ലാം പൂട്ടി ഇപ്പോൾ ചേട്ടൻ്റെ കട മാത്രമേ ഉള്ളൂ. ചേട്ടൻ്റെ കടയിൽ എല്ലാം കിട്ടും കേട്ടോ, നല്ല ഫ്രഷായ സാധനങ്ങളായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ല, മാസത്തിൽ ഒരിക്കലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പോകുമ്പം ഞങ്ങൾ ഈ കപ്പ വരുന്ന ഈ വെള്ളിയാഴ്ച സമയം ചൊവ്വാഴ്ച സമയമൊക്കെ, അപ്പോൾ അവിടെ പോയാൽ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉള്ളി തീർന്നു പോയി. അപ്പോൾ ഉള്ളി മേടിക്കാതെ വന്നു. ഉള്ളി എല്ലാവരും കൊണ്ട്, കാരണം അതിൻ്റെ അടുത്ത് കുറേ തമിഴരുണ്ട്, പിന്നെ കുറേ ആൾക്കാരും മലയാളീസൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോകും, തീരും അത്. അപ്പോൾ കപ്പയും കൂർക്കയും കിട്ടിയപ്പോൾ ഞാനത് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ഓർത്തു ആ കപ്പ ഞാൻ 1 ദിവസം പുഴുകിയിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. കാരണം ഇവിടെ ചൂടായതുകൊണ്ട് ചീത്ത ആയിരുന്നാലോ. ഇന്ന് ഞാനത് പുറത്തേക്ക് ഇറക്കി. ഇന്ന് ഞാൻ വിചാരിച്ചു ഞായറാഴ്ചയല്ലേ, ഇപ്പോൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നത് ചുരുക്കമായിരിക്കും. നാളെ മഴയും കൊടുങ്കാറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പോകത്തില്ല. അപ്പോൾ ഞാൻ കാണിച്ചുതരാം, കപ്പ എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുന്നതാണ്, കാണിച്ചുതരാം കേട്ടോ. ഇവൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൻ്റെ കാര്യങ്ങളും കൂടെ എടുക്കണമെന്ന് മാത്രം കേട്ടോ, ലൈവായിട്ട് എടുക്കുന്നെന്ന് മാത്രം. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ വച്ചേക്കുന്നില്ല കേട്ടോ.
ഇതെല്ലാം അങ്ങോട്ട് പുഴുക്ക് വെക്കാൻ പോകുന്നു. കാരണം ഇനി വെച്ച് കഴിഞ്ഞാൽ ചീത്തയായിപ്പോവും. നമ്മൾ ഫ്രിഡ്ജിലായിട്ട് വച്ചിരുന്നോണ്ട്, ഞാൻ കവറിൽ പൊതിഞ്ഞൊക്കെ വച്ചിരുന്നോണ്ട് അത് ഇത്രയും നാൾ ഇരുന്നു. 2 എണ്ണം ഞങ്ങൾ പുഴുങ്ങി. അപ്പോൾ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ പുഴുങ്ങുന്നതിനോടൊന്നും വലിയ ഇതില്ല. ഹസ്ബൻഡിനാണ് കൂടുതൽ. അപ്പോൾ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ ഷുഗറാണ്, കൂടുതൽ കഴിക്കാനും പറ്റില്ല. എന്നിരുന്നാലും കൊതി കൊണ്ട് മേടിച്ചുകൊണ്ട് വരണം. എനിക്ക് നമ്മൾക്ക് ഒരു ദിവസം കഴിക്കുമ്പോൾ തന്നെ കൊതി തീരും കേട്ടോ. പിന്നെ ഈ നാട്ടിലൊക്കെ വരുമ്പോൾ തോന്നും ഇവിടെ എന്ന് പറഞ്ഞാൽ ചാള കിട്ടാറില്ല. അയില വല്ലപ്പോഴും കിട്ടും, അത് ഇച്ചിരി മോശമായിട്ടുള്ള അയിലയായിരിക്കും. ചാള കിട്ടുന്നില്ല. ചൂരയൊക്കെ കണ്ടിട്ട് 15 കൊല്ലം. ഇല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ വരുത്തണം. ഓൺലൈനിൽ നല്ലത് കിട്ടൂല്ലേന്നൊന്നും അറിഞ്ഞൂടാ. കേര ഇതൊക്കെ നാട്ടിൽ വരുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഇച്ചിരി കപ്പക്കറിയും മീനൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു മാസത്തിലൊക്കെ അവിടെ പോകുമ്പോൾ ചേട്ടൻ്റെ കടയിൽ കപ്പയോ കൂർക്ക കിട്ടിയായിരുന്നു. കൂർക്ക തീർന്നു. ഞാൻ പെട്ടെന്ന് വെച്ചത് തീർത്തു, കാരണം ഇവിടെ ചൂടായിട്ട് ചീത്തയായിരുന്നു. അപ്പോൾ ഇത് മേടിച്ചോണ്ട് വന്നു. ഇന്നത്തെ പുഴുക്ക് വെക്കാനാണിത് കേട്ടോ. മക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പുഴുക്ക് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ഇടാതെ പുഴുക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അതുകൊണ്ട് ഇത് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു കേട്ടോ. മോൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ കാര്യങ്ങളൊന്ന് വീഡിയോ എടുക്കണം. നമ്മുടെ മഹാലക്ഷ്മി പൂജയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പൂജ കഴിഞ്ഞു നമ്മൾ പഴയ ലക്ഷ്മിയും ഗണേശന്. ഇത് വാതിലിൻ്റെ അവിടെയാണ് കേട്ടോ, വാതിലിൻ്റെ പുറത്താണേ. ഇത് കണ്ടോ, വാതിലിൻ്റെ പുറത്ത് നമ്മൾ വച്ചിരിക്കുന്നത്, വാതിലിൻ്റെ അകത്തല്ല കേട്ടോ. മഹാലക്ഷ്മി ഗണേശന് നമ്മൾ എല്ലാ വർഷവും വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പൂജാരി പറഞ്ഞു പഞ്ചമുഖിയുടെ ഒരു ഇത് വെക്കാൻ പറഞ്ഞു, ഹനുമാൻ്റെ. അപ്പോൾ നമ്മളൊരു പഞ്ചമുഖി ഹനുമാൻ്റെതും കൂടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ എന്താണെന്നറിയാമോ, നമ്മുടെ വീട്ടിലെല്ലാം നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവ് എനർജി വരുമെന്നാണ് പണ്ഡിറ്റ് പറഞ്ഞത്. ഇവിടത്തുള്ളവർ പറയുന്നതാണ്, എന്താണെന്നൊന്നും നമുക്കറിഞ്ഞൂടെ. ഞാനും കേട്ടിട്ടുണ്ട്. വച്ചിരിക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ താഴത്തെ ഫ്ലാറ്റും ഇതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഇതുപോലെ തന്നെ ചെയ്യും. ഇത് പുറത്താണ് കണ്ടോ, പുറത്ത് വാതിലിൻ്റെ അവിടെയാണേ. അപ്പോൾ അതങ്ങനെ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല. പിന്നെ നമ്മുടെ പൂജാ റൂമിലും പുതിയ ഭഗവാനെയൊക്കെ കൊണ്ടുവന്ന് അതും കാണിച്ചു തരാം. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ കൂടുതലും പൂജയും ആത്മീയമായ നമ്മളെല്ലാം, ഞാൻ നൊവേനയും കൂടാറുണ്ട് കേട്ടോ. അന്തോണീസ് പുണ്യാളച്ചൻ്റെ നൊവേന, യുവദാശ്രീയുടെ നൊവേനയൊക്കെ ഞാൻ ഓൺലൈൻ വഴി കൂടാറുണ്ട്. എല്ലാ ദൈവങ്ങളെയും എനിക്ക് വിശ്വാസമാണ്. പക്ഷേ നമ്മളിത് ആചരിച്ച് നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ആചരിച്ച് വന്നുകൊണ്ട് അതൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം. ജഗന്നാഥനാണ് കേട്ടോ, പുരി ജഗന്നാഥാണേ. അപ്പോൾ അതിൻ്റെ ഒരു പിത്തളയുടെ മേടിച്ചു, ഞങ്ങളിവിടെ അഭിഷേകം ചെയ്തു ഇവിടെ വച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കിട്ടിയതാണ് കേട്ടോ. ഇത് ഇപ്രാവശ്യം ഒരു മോളുടെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇത് ഞങ്ങൾ ഒരുപാട് ആശിച്ചിരുന്നു. ഇതിൻ്റെ അടുത്ത് പിത്തള കിട്ടാനില്ലായിരുന്നു. അപ്പോൾ അത് പിത്തള നല്ല ഭാരമുണ്ട് കേട്ടോ. ഇത് ജഗന്നാഥിൻ്റെ തന്നെ പിത്തളയുടെയാണ്. പിന്നെ ഇത് ഹനുമാൻ്റെ നമ്മുടെ ഫോട്ടോസാണ് ഇതുവരെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹനുമാൻ്റെ ഒരു ഇത് മേടിച്ചു. പിന്നെ ഇത് നന്ദിയാണ് കേട്ടോ, നന്ദി. അപ്പോൾ നന്ദിയെ നമ്മളിപ്പോൾ പൂജിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു, ശിവവിഗ്രഹത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. ഇന്നലെ വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. ഇത് കണ്ടോ, ഉണങ്ങിയിരിക്കുന്നു. ഇന്നിനി രാവിലെ പിന്നെയും പൂജ ചെയ്ത് വെള്ളം ഒഴിക്കാൻ പോകുന്നു. ഇത് കേദർനാഥിൻ്റെയാണ് കേട്ടോ, മോൻ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. കേദർനാഥിൻ്റെ ഫോട്ടോയാണ്. നമ്മളെ എല്ലാ ദൈവങ്ങളെയും ആര് ഗിഫ്റ്റ് തന്നാലും ആര് എന്ത് തന്നാലും നമ്മളെ ബഹുമാനിക്കണമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിവിടെ വച്ചിരിക്കുന്നു. ഭാഗവതവും രാമായണവും ഒക്കെ ഇതുപോലെ വെച്ച് പൂജ അല്ലെങ്കിൽ നമ്മൾ ഒരു പൂവിട്ട് അതിനൊരു തിരി കാണിച്ച് നമ്മളത് ഒരുപാട് റെസ്പെക്റ്റ്. ഞാൻ ഭാഗവത ഇത് ഹിന്ദിയുടെയാണ് കേട്ടോ. ഭഗവത്ഗീത ശ്രീ ഹിന്ദിയുടെയാണ്. ഞാൻ കാണിച്ചു തരാം, ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഭഗവത്ഗീത ഹിന്ദിയുടെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വായിക്കും കേട്ടോ, സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും. ഇപ്പോൾ ദീപക് മരിച്ച പിന്നെ ഞാൻ ഭഗവത്ഗീത വായിക്കാൻ എനിക്ക് ടൈമില്ല. കാരണം സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പണിയും ചെയ്ത് ഇവിടെ വന്നു, പെട്ടെന്ന് ടൈം കിട്ടുന്നില്ല. അവനുള്ള സമയത്ത് എനിക്ക് വായിക്കാൻ ടൈം കിട്ടുമായിരുന്നു. അപ്പോൾ അത് ഹിന്ദിയുടെയാണ്. അതിൻ്റെ മലയാളത്തിലെയും രാമായണവും ഇതും മേടിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൂജാ റൂമിൻ്റെയൊക്കെ ഒരു ഇത് വേണ്ട. ഇതൊക്കെ നമ്മളെ ലക്ഷ്മിയും ഗണേശനെയൊക്കെ നമ്മളത് സിന്ദൂരമൊക്കെ ഇട്ട് അന്ന് പൂജിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മൾ മഹാലക്ഷ്മി പൂജയ്ക്കൊക്കെ പൂജിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ എൻ്റെ പൂജാ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. എവിടെയായിരുന്നു പൊന്നോ? ഇന്ന് കുളിച്ചണ്ടേ? ഞാൻ അച്ഛൻ വന്നിട്ട് കുളിപ്പിച്ച് തരും പൊന്നിനെ. അച്ഛൻ വന്നിട്ട് കുളിപ്പിച്ച് തരും പൊന്നിനെ. ഇന്ന് സൺഡേ ആണ്. സൺഡേ നമ്മുടെ സൺഡേയുടെ വീഡിയോ ഒക്കെ കൂടെയാണ് മൺഡേയിലൊക്കെ ഇടുന്നത് കേട്ടോ. ഒരു ദിവസം തന്നെ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ടൈം പറയുന്നത് 11 മണിയാണ്. അപ്പോൾ അതിന് 11:30ക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ നേരത്തെ, കാരണം ചിലപ്പോൾ വൈഫൈയുടെ ഇതുണ്ടെങ്കിൽ നമ്മൾ താമസിക്കും. വൈഫൈയുടെ ഇതുപോലെ ഇരിക്കും കേട്ടോ. വൈഫൈ ചിലപ്പോൾ ഇതായി കഴിഞ്ഞാൽ
സ്ലോ ആണെന്നുണ്ടെങ്കിൽ താമസിക്കും വീഡിയോ അപ്ലോഡ്, ഇല്ലെങ്കിൽ ഞാൻ 10:30 ഇടും. രാവിലെ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഈ പണിത്തിരക്കിൻ്റെ ഇടയിലാണ് ഈ എഡിറ്റിങ്ങും പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ നിൽക്കുന്ന, ഞാൻ എവിടെ പോകുന്നു, ഞാൻ മോളിൽ പോകണമെങ്കിൽ മോളിൽ പോകാൻ വേണ്ടിയാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടുവിശേഷങ്ങളും എല്ലാം കൂടെ ഞാൻ കുറച്ച് വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ പൊന്നിന് ഞാനിങ്ങനെ പമ്മി അവൻ നിൽക്കുന്നതേ, ഞാൻ മോളിൽ പോകണോ, അച്ഛൻ പോയല്ലോ, പിന്നെ ഈ കടയിൽ വല്ലതെടുത്ത് പോകണോ എന്നൊക്കെ അറിയാനാണേ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്താ പറയണ്ടേ, ഇനി മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കഴുകി തുടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കണം. കപ്പ കണ്ടില്ലേ, കപ്പ പുഴുക്ക് വെക്കണം. ഇപ്പോൾ ഇനി അങ്ങനെയുള്ള പണികൾ, വിളക്ക് കത്തിക്കണം, അടിച്ച് ഡെയിലി നമ്മൾ 2 നേരം അടിക്കലും തുടക്കലൊക്കെ ഭയങ്കര പണിയാണ്. നമ്മൾ മോപ്പുണ്ട്. ഇപ്പോൾ ദീപക്കിനെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാവം, അവന് ആത്മാവിന് ശാന്തി കിട്ടട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ലൈവിലിരിക്കാനൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈവിലിരിക്കാൻ ടൈമില്ല ഫ്രണ്ട്സ്. എങ്ങനെയാണ്, നമുക്ക് പറ്റത്തില്ല. ഇവിടുത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീട്ടിലും ഓരോ സ്വഭാവങ്ങളൊക്കെ ഉള്ളവരല്ലേ. ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ അതിൻ്റേതായ ചൂടുവെള്ളം കൊടുക്കണം, രാവിലെ ചായ കൊടുക്കണം. ഓഫീസിൽ നിന്നൊക്കെ വന്നാൽ പുള്ളിക്ക് പെട്ടെന്ന് വെള്ളം കൊടുക്കണം, വന്ന് കയറി തന്നെ അങ്ങനത്തെയൊക്കെ സ്വഭാവമാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇവിടെയുള്ളവർക്കും മലയാളികൾക്കും ഒക്കെ അറിയാം ആ സ്വഭാവം. പ്രത്യേകിച്ച് പറയണ്ട, അവരുടെ ഫാമിലിയിലുള്ളവർക്കും അറിയാം. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള സ്വഭാവം, നമ്മൾ ഓരോരുത്തരുടെ സ്വഭാവങ്ങളനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. വീട്ടിലുള്ളവരുടെ സ്വഭാവങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് പോകണം. പിന്നെ നമ്മുടെ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഫാമിലി പ്രോബ്ലം ആവുന്നത് ശരിയല്ല. അപ്പോൾ എന്താ, നമ്മൾ അവരുടെ ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിരുന്ന, അങ്ങനെയല്ലേ ഞാൻ പറയുന്നത്, ശരിയല്ലേ? അവരുടെ മക്കളുടെ ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബുമായിട്ട് നടക്കുന്നു എന്ന് പറയും. നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇട്ട് നാളെ പൈസ കിട്ടാനുള്ളതും അങ്ങനെയൊന്നുമില്ല, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കണ്ടൻറ്റുകൾ കൊണ്ടുവരുന്നു. പിന്നെ കുറച്ച് കണ്ടൻറ്റുകൾ കൊണ്ടുവരുന്നു, നമുക്ക് സമയം കിട്ടുന്ന പോലെ എഡിറ്റ് ചെയ്യുന്നു. വേവലാതെ ചിലപ്പോൾ രാത്രി എഡിറ്റ് ചെയ്ത് വെക്കും ഞാൻ, എന്നിട്ട് പിറ്റേന്നായിരിക്കും പബ്ലിഷ് ആക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിലുള്ളവരുടെ സ്വഭാവങ്ങളൊക്കെ അറിഞ്ഞും കണ്ടൊക്കെ ഇരിക്കണം. ചിലവർക്കത് പ്രോബ്ലം ഉണ്ടാവില്ല, തന്നെ ചായ ഇട്ട് കുടിക്കും, അവർ യൂട്യൂബിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്നെ സമയം ഞാൻ ഓപ്പണായിട്ട് പറയണമെങ്കിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ കാര്യങ്ങൾ, നമ്മുടെ മക്കൾക്കൊക്കെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ വേണം. കാരണം അവരുടെ അവർ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്ത് ജോലിക്ക് പോകുന്നവരല്ലേ. അപ്പോൾ അവർ വീട്ടിൽ നിൽക്കുന്ന സമയം അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം. പിന്നെ വീട് അടിച്ച് തുടക്കേണ്ടത് നമ്മുടെ ഒരു അവകാശം തന്നെയാണ് അല്ലേ. ആ വീട് അടിക്കാതെയൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ലല്ലോ, മൂദേവിയല്ലേ. അപ്പോൾ നമ്മൾ വീട് അടിക്കണം, പിന്നെ ഡെയിലി വിളക്ക് കത്തിക്കണം. അത് ഇതിൻ്റെ ഇടയിൽ ഞാൻ വ്യാഴാഴ്ച യുദാശ്രീഹയുടെ നൊവേന, ആലുവ എട്ടേക്കറിൻ്റെ, പിന്നെ ചൊവ്വാഴ്ച നൊവേന, ഇതൊക്കെ കൂടാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ അതും ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദൈവത്തിനെയും ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ്. എല്ലാ ദൈവത്തിനെയും എനിക്ക് പ്രപഞ്ചത്തെയും എല്ലാ യൂണിവേഴ്സിനെയൊക്കെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ഓരോരുത്തരുടെ വിധി പോലെ വരുള്ളൂ അല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടതോ ആരെങ്കിലുമായിട്ട് സംസാരിക്കാനുള്ള സമയം പോലും ഇല്ല കേട്ടോ. ഇപ്പോൾ ദീപക്കും കൂടെ ഇല്ലാത്തപ്പോൾ എനിക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ലെന്ന് തന്നെ പറയാം. പിന്നെ ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു വാചക വീഡിയോയും പിന്നെ കുറച്ച് കാഴ്ചകൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ മോൻ്റെ വിശേഷങ്ങളും ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ 2 ദിവസം ഇത് വന്ന് അവനൊന്ന് ടെറസിൻ്റെ മുകളിൽ പോലും പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഒന്നിരാടെ ഇപ്പോൾ വീഡിയോ ആക്കിയത് തന്നെ കേട്ടോ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടൻറ്റുകൾ വേണം. അപ്പോൾ ഡെയിലി ചിലപ്പോൾ അവൻ കണ്ടൻറ്റ് തന്നില്ല എന്നിരിക്കാം. അപ്പോൾ ഷോർട്ട് നമുക്ക് എടുക്കാം, അതുപോലെ അല്ലല്ലോ ലോങ് എടുക്കാൻ. നമ്മൾ ഈ 1 മണിക്കൂർ 2 മണിക്കൂറുള്ള വീഡിയോ ആണ് നമ്മൾ 3-4 മിനിറ്റിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ എന്നും വന്ന് നമുക്ക് ഇതുപോലെ വാചകം അടിക്കാനും പറ്റില്ല, നമുക്ക് വീഡിയോ തന്നെ എടുക്കണം. വീഡിയോ ഞാൻ 3 വർഷമായിട്ട് ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ തന്നെ ഇടണം. എന്നും വന്ന് ലോങ് വീഡിയോയിൽ നമുക്ക് വാചകം അടിക്കാൻ പറ്റില്ലല്ലോ, ചില സമയമൊക്കെ ഇങ്ങനെ പറ്റൂ അല്ലേ. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്നാൽ. ഞാൻ കൊൽക്കട്ടയിലാണ് ജീവിക്കണമെന്നെങ്കിലും
കൽക്കട്ടയിൽ തന്നെ ജീവിക്കണമെങ്കിൽ ഞാൻ അതിൻ്റേതായ രീതിയിലുള്ള ടേബിൾ നമ്മുടെ നമ്മുടെ ആ ഒരു ഡിസിപ്ലിന് നമ്മുടെ ആ ഒരു ടേബിളിലായിട്ട് എന്ന് പറഞ്ഞാൽ ആ ഡെയിലിയുള്ള ആ ഒരു റൂട്ടീനായിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അടിക്കാതെ ഇരിക്കാനൊന്നും ഇവിടെയൊക്കെ അടിക്കാതെ എനിക്കിരിക്കാനും പറ്റൂല. അങ്ങനെ അടിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡും മക്കളൊക്കെ അപ്പം ചോദ്യം ചെയ്യുന്നതാണ്, ഇതെന്താ മമ്മി ഇവിടെ ഇങ്ങനെ എന്താ അങ്ങനെയൊക്കെ വരും. അല്ല, ഓരോരുത്തരുടെ വീടനുസരിച്ച് നമുക്ക് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇരിക്കാനും. പിന്നെ എനിക്കറിയാം ഇപ്പം നമ്മുടെ അങ്കമാലിയിലുള്ള ചേച്ചി എന്തോരം പണി അവർ പറമ്പിലെ പണികൾ സുനിതാജിയുടെ സുനിതാജി എല്ലാ പണിയും ചെയ്യുന്നു. എനിക്കിവിടെ പണിക്കാരെങ്കിലും ഉണ്ടെന്ന് പറയാമായിരുന്നു. അതെനിക്ക് പണിക്കാരെ വെച്ച് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ പണികൾ ചെയ്യുമ്പോൾ എൻ്റെ ഷോൾഡറൊക്കെ വേദനയെടുക്കും കേട്ടോ. ഇപ്പം ഞാൻ ഈ കോട്ടക്കലിൽ ഈ മാസവും പോയി മരുന്ന് മേടിച്ചു. അത് വേറെ ഒന്നുമല്ല, അവിടെ ചെന്നപ്പോഴും എൻ്റെ മോളും ഞാനുമായിട്ടാണ് പോയത്. ഡോക്ടർ പറഞ്ഞു ഓവർ ഇങ്ങനെ ആയിട്ടുള്ള ബണ്ടിങ് പണിയൊന്നും എടുക്കാൻ നിൽക്കരുത്, ഈ മോളും താഴെയും കയറുന്നൊന്ന് കുറക്കണം, പണികൾ കുറക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ഈ പണികൾ ചെയ്യുന്ന വ്യായാമം ഉണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയൊക്കെ ഇരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ മോൻ്റെ പണി തന്നെ ഒരു കുഞ്ഞിൻ്റെ പണിയാണ്. അത് തന്നെ ഒരു വലിയ പണിയാണ് കേട്ടോ. മോൻ്റെ പണി ഭയങ്കര ഒരു വലിയ പണിയാണ്. അത് തന്നെ എടുക്കുമ്പോൾ നമ്മളൊരു കുട്ടികളെ നോക്കുന്ന പോലെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ വെറുതെ അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ മോൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, കൂടില്ലേ ഇവനെ കെട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കതിൽ സങ്കടമൊന്നുമില്ല കേട്ടോ, അവർക്ക് അത് അറിഞ്ഞുകൂടാത്തുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ കൂടില്ല, കൂട് വെക്കേണ്ട സ്ഥലമില്ല, കൂടില്ല. ഞാൻ 2 പെറ്റിനെ വളർത്തി. കാരണം എൻ്റെ സ്കൂബി മോനെ, അതിന് മുന്നേ ഒരു കൾച്ചർ പോമോണിയനുണ്ട് താഴെ ഫ്ലാറ്റിൽ, താഴത്തെ ഫ്ലാറ്റ്, താഴത്തോ നമ്മുടെ തന്നെയാണ് ഫ്ലാറ്റിൽ താഴെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ റോക്കി എന്ന് പറഞ്ഞ കൾച്ചർ, അവനെയും ഞങ്ങൾക്ക് കൂടിയില്ലായിരുന്നു, കെട്ടാതെ തന്നെ ഞങ്ങൾ വളർത്തുമായിരുന്നു. നമ്മുടെ കട്ടിലിൻ്റെ എൻ്റെയും മോളുടെയും നടുക്ക് അവൻ കിടക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു റോക്കി. പിന്നെ അവൻ പോയ പിന്നെ 1 കൊല്ലം ഭയങ്കര മനോവേദനയായിരുന്നു കേട്ടോ, ഭയങ്കര മനോവേദനയായിരുന്നു എനിക്കും മോൾക്കൊക്കെ. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ റോക്കി പോയതിന് ശേഷം ഞാൻ റോക്കിന്ന് വിളിച്ച് ചിലപ്പോൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പം കരഞ്ഞുകൊണ്ട് ഏങ്ങി കരയുന്നത് എൻ്റെ മോൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മോൻ ഇവനെ മേടിച്ച് തന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഇവനെ മേടിച്ച് തന്നതാണ്. ആ 1 വർഷം കഴിഞ്ഞിട്ടും ആ വേദന, അവൻ വിടവെറിഞ്ഞ വേദന നമുക്ക് മാറിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവന് കൂടൊന്നുമില്ല സഹോദര. ഞങ്ങൾ എനിക്കങ്ങനെ കൂട്ടിലിട്ട് ഇവരെ വളർത്തുന്നതോ കെട്ടിയിട്ട് വളർത്തുന്നതോ എനിക്കിഷ്ടമല്ല. നമ്മൾ കൂട്ടിൽ ഇട്ട് വളർത്താനും അവർക്ക് ഒരു പാത്രത്തിൽ കൂട്ടിൽ ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും അവരെ കൂട്ടിലിട്ട് കെട്ടിയിട്ട് അവരെ ബന്ധസ്ഥനാക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലായിട്ട് പറയണം, മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ചിലവർ പറയുന്നുണ്ട് അവർ കിടക്കേണ്ട സ്ഥലത്ത് കിടക്കണം, മനുഷ്യർ കിടക്കേണ്ട സ്ഥലത്ത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ വൃത്തിയും മെനയോടെ എത്ര വൃത്തിയും മെനയാണെങ്കിൽ കുറച്ചൊക്കെ അവർക്ക് മരുന്ന് സ്കിന്നിൻ്റെ ഹെയറിൻ്റെ മരുന്നൊക്കെ കൊടുത്തിരുന്നാലും കുറച്ച് ഇതൊക്കെ വരും. അതൊക്കെ ഞങ്ങൾ മിഷനിൽ ആ മുടിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ യൂറോക്ലീൻ മിഷനിൽ മുടിയൊക്കെ എടുക്കും, പിന്നെ അടിച്ചു വരും. പിന്നെ അതിൻ്റേതായ മരുന്നുകളും സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയൊക്കെ മരുന്നുകളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയധികം ഹെയർ ഫോളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മളെപ്പോഴും അടിച്ചും വാരിയൊക്കെ ഇരിക്കണം, ഇച്ചിരി പണി വരും. പിന്നെ അവർ മൂത്രം ഒഴിച്ചിട്ട് വരുമ്പോൾ മൂത്രം ഒഴിക്കുന്നിടത്തൊക്കെ തുടക്കണം, അപ്പിയിട്ട് വരുമ്പോൾ ടിഷ്യൂ പേപ്പറിട്ട് അപ്പിയിട്ട് വരുമ്പോൾ തുടക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ബെഡിൽ കയറ്റുന്ന പറഞ്ഞാൽ ചിലവർ പറയും അയ്യേ എന്ന് പറയും കേട്ടോ, ബെഡിൽ കയറ്റുന്നത്. അപ്പം ഞാൻ ഇന്ന് അത് പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. ബെഡിൽ കയറ്റുന്നത് എന്തെന്ന് പറഞ്ഞാൽ, പിന്നെ ബെഡിൽ കയറ്റുമ്പോൾ അവൻ അപ്പിയിട്ട് വരുമ്പോൾ നമ്മൾ തുടച്ചൊക്കെ കൊടുക്കും, എന്നിട്ട് ബെഡിൽ കയറണം. നമുക്കറിയാം ബെഡിൽ കയറുന്ന, അല്ലെ പിന്നെ ബെഡ് അപ്പം മാറ്റണ്ടേ ബെഡ്ഷീറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബെഡിൽ കയറ്റുന്ന അവൻ അപ്പിയിട്ട് വരുമ്പോൾ തന്നെ രാവിലെ തന്നെ അവൻ്റെ അച്ഛൻ മോർണിംഗ് വാക്കിന് ഒരുപക്ഷെ ഞാൻ ഉറങ്ങിപ്പോയിരുന്നാലും അവൻ്റെ അച്ഛൻ കാലും കൈയും അപ്പിയിട്ട സ്ഥലമൊക്കെ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചു കൊടുക്കുക. നിങ്ങൾ പല വീഡിയോസിലും ഞാനത് ഇട്ടിട്ടുണ്ട് തുടക്കുന്നതൊക്കെ. അവൻ ബാക്കിൽ തിരിഞ്ഞ് വാല് പൊക്കിത്തരും. കാരണം അവനറിയാം നമ്മൾ തുടയ്ക്കും, അപ്പിയിട്ട് വരുമ്പോൾ തുടയ്ക്കും, മൂത്രമൊഴിച്ച് വരുമ്പോൾ തുടക്കും. അത് അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവനെ അത്രയ്ക്ക് നല്ല വൃത്തിയും മെനയായിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബെഡിൽ കയറ്റി കിടത്തുന്നത്. നമ്മൾ ബെഡിൽ കയറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ വൃത്തിയും മെനയിലായിരിക്കുന്നത്. അല്ലാതെ അവൻ പുറത്തുനിന്ന് വന്നു അങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, പുറത്തുനിന്ന് വന്നു ചവിട്ടി കഴിഞ്ഞ് ബെഡൊക്കെ ചീത്തയാവും. അങ്ങനെയൊന്നുമല്ല, കാലും കൈയൊക്കെ തുടച്ച നമ്മൾ കയറ്റുന്നത്. പിന്നെ ഒരു സഹോദരൻ, ഞാൻ ഇതിനും കൂടെ മറുപടിക്കായിട്ടാണ് വന്നത് കേട്ടോ.
പിന്നെ ഒരു സഹോദരൻ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കൊച്ചു കുട്ടികളെ പോലെ ആ ഒരു ക്യാപ്ഷൻ കൊടുത്തൊരു വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ കണ്ടാണ് ഒരു ഷിജു എന്തോ ഒരു, ഞാൻ റിമൂവ് ചെയ്തു, ഞാൻ അങ്ങനത്തെ ഇത് പറയാനുള്ള. നിങ്ങൾ ഇങ്ങനത്തെ പെറ്റിനെയൊക്കെ മേടിച്ച് പ്രമാദത്തിൽ വീഡിയോ എടുത്ത് എ സി ഇട്ടു. പലരും ചോദിക്കുന്നുണ്ട് എ സി ഇടുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ കുഞ്ഞിലെ വരുമ്പം തന്നെ, ഇപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ 30 കൊല്ലമായിട്ട് എ സി ഉള്ളവരാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഈ കൽക്കട്ടയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് തന്നെയാണ്, ഇരിക്കാൻ പറ്റൂല ഒട്ടും ഇരിക്കുക. ഒരുവിധപ്പെട്ട എല്ലാവരുടെ വീട്ടിലും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 3 എ സി ഉള്ള പണ്ടും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കളായാലും അവർ എ സി വിട്ടിരിക്കാറില്ല. പിന്നെ എൻ്റെ ഭർത്താവിന് ഷുഗറൊക്കെ ഉള്ളതാണ്, അദ്ദേഹത്തിനും ചൂട് വരുന്ന സമയം ഇവിടെ ഒരു നേരം ലൈൻ പോയിരുന്നാലും നമുക്ക് ഇരിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന് അസ്വസ്ഥതയായിരിക്കും എ സി. ഇവനെ നമ്മൾ കണ്ണ് തുറക്കാത്തപ്പോൾ കൊണ്ടുവന്നതാണ്, അന്ന് തൊട്ട് അവന് എ സി തന്നെ കിടക്കുന്നത്. അപ്പം ഞാൻ എ സി എന്ന് പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തിൽ പറയുന്നല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മറുപടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ അന്ന് തൊട്ട് ഇവനെ ഇവിടെ കിടത്തുന്ന ഒരു ശീലമാണ്. അവൻ എ സിയിൽ കിടക്കുള്ളൂ. അവൻ ചൂട് ഒരിക്കലും അവൻ അനുഭവിക്കില്ല. ഇവൻ ചൂട്, എൻ്റെ സ്കൂബി മോൻ ചൂടെന്ന് പറയുന്ന സാധനം അവന് ഭയങ്കര അലർജിയാണ്, അവൻ കരയും. പല വീഡിയോസിലും അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ അവൻ എ സി ഇടാൻ വേണ്ടി എ സിയിൽ നോക്കി പറയും, എ സി ഇടാൻ കുരയ്ക്കും. എ സിയിൽ നോക്കി അവൻ കുരക്കും. അല്ല നമ്മൾ എ സി ഉണ്ടെന്നുള്ള അഹങ്കാരത്തിലല്ല, അവൻ കാണിക്കുന്ന ആ എക്സ്പ്രഷനും ഒക്കെ നമ്മൾ കാണിച്ചു തന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ അവൻ ചെറുപ്പത്തിലെ കണ്ണ് തുറക്കുന്ന മുമ്പേ അവൻ എ സി റൂമിൽ കിടന്ന് എന്നെ ശീലിച്ചാണ്. അതുകൊണ്ട് അവന് എ സി വേണം. അതിപ്പോൾ അഹങ്കാരമോ വലിയ പ്രൗഢമോ ഒന്നും പറയുന്നൊന്നുമല്ല. ഈ കൽക്കട്ടയുടെ ചൂടുള്ള എ സി ഇല്ലാതെ കിടക്കാൻ പറ്റില്ല. കൽക്കട്ടയിൽ ജീവിക്കുന്നവർക്കറിയാം, ഇവിടെ ചൂടാണ് കൂടുതൽ. ഈ 3 മാസമാണ് ഓസം അറ്റ്മോസ്ഫിയർ വരുന്നത്. അപ്പോൾ അതിനൊക്കെ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഷിജു എന്ന് പറയുന്ന ആ ബ്രോ പറഞ്ഞു ഇങ്ങനെയാണ്. എൻ്റെ ഷിജു ബ്രോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മളൊരു മക്കൾ ചെറുപ്പത്തിൽ എങ്ങനെയാണോ ശീലിച്ച് അവർക്ക് അത് തന്നെ വേണമായിരിക്കും ഇല്ലേ എന്ന് പറയുന്ന പോലെ ഇവനെ ഞങ്ങളുടെ മകനായിട്ട് തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 10-12,000 രൂപയാണ് ബില്ല് വരുന്നത്. അപ്പോൾ ഞങ്ങളത് കറക്റ്റ് അടക്കാറുണ്ട്. അടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അടയ്ക്കും. അപ്പോൾ ഈ അടയ്ക്കുമെന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാവരും ജോലിക്ക് പോകും. രാവിലെ എൻ്റെ ഹസ്ബൻഡ് പോവും, എൻ്റെ മക്കൾ പോവും, എല്ലാവരും പോവും. മോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നവർ, 3-4 ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നവർ. മോൻ ചിലപ്പോൾ പുറത്ത് പോവും ബാങ്ക് മീറ്റിങ്ങിനുമൊക്കെ. എൻ്റെ മോൻ ബാങ്കിലെ പ്രസിഡൻ്റാണ്, മോള് ചാനൽ മാനേജറാണ്. അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡും പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ റൂമിലല്ല ഇരിക്കുന്നത്, ഞാൻ ഓൾ ഇൻ ഓൾ കിച്ചണിലും അവിടെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ മോൻ ഇരിക്കൂല ചൂടത്ത്. നമ്മൾ ഫാനൊക്കെ ഇട്ട് കിച്ചണിൽ ഇരിക്കും, പക്ഷെ എൻ്റെ മോൻ ഇരിക്കൂല. അപ്പോൾ അവന് വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഞങ്ങൾ ഈ എ സി, ഒരു റൂമിലെ എ സി ചലിച്ചുകൊണ്ടിരിക്കും. അവന് വേണ്ടി തന്നെ, ഞാൻ ഇപ്പോഴും പറയുന്നു, സ്കൂബിക്ക് വേണ്ടി തന്നെയാണ് ഡെയിലി ചലിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് എ സി ഓഫ് ചെയ്യൂല. മനസ്സിലായില്ലേ ഷിജു ബ്രോ? ഇവന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ എ സി ഇട്ട്. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവന് വേണ്ടി, പ്രത്യേകിച്ച് എൻ്റെ മക്കൾ എടുത്തെടുത്ത് പറയും, മമ്മി അവനെ എ സി ഇട്ട് കൊടുക്കുക, അവനെ എ സി ഓഫ് ചെയ്യല്ലേ. പിന്നെ ഞാൻ എ സി ഓഫ് ചെയ്യണം, കണ്ടിന്യൂ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. 10 മിനിറ്റ് ഓഫ് ചെയ്താൽ ഇവൻ കിടന്ന് ഒച്ച വെക്കും. അങ്ങനെയാണ്. അവൻ ചൂട് ഒട്ടും സഹിക്കാത്തവനായി ഇവൻ ഒട്ടും ചൂട് സഹിക്കത്തില്ല. അത് സത്യമാണ്. അല്ല നമ്മൾ വലിയ അഹങ്കാരത്തിലോ അതൊന്നും അല്ല പറയുന്നത്. അവൻ ശീലിച്ചത് അങ്ങനെയാണ് ബ്രോ, അതുകൊണ്ടാണ്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ കാണണ്ട. ഇത് വലിയ പൊങ്ങച്ചോ ഒന്നുമല്ല. ഒരു കുട്ടി എങ്ങനെയാണോ ശീലിക്കുന്നത് ആ രീതിയിൽ അവൻ ജാൻവറായിരുന്നാലും നമ്മളായാലും ആ രീതിയിലേ വരത്തുള്ളൂ. ഇപ്പം എൻ്റെ മക്കൾക്കായി ഞാൻ വലിയ പാപം പറയുന്നതല്ല. എൻ്റെ മക്കൾക്ക് ഈ ചൂടത്തൊന്നും എ സി ഇല്ലാതിരിക്കാൻ പറ്റില്ല, വിയർത്ത് കുളിക്കുക വരും. ഞാൻ പിന്നെ പണിയെടുക്കുന്നുള്ളതുകൊണ്ട് ഓക്കെ, ബാക്കിയുള്ള സമയം ഞാൻ ആ റൂമിൽ തന്നെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ സബ്ജി കട്ട് ചെയ്യുന്ന വരെ റൂമിൽ വെച്ച് എ സി റൂമിൽ കൊണ്ടുവന്ന് ഇരിക്കാൻ പറ്റാതെ വന്ന, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല. അത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കട്ടിലിൽ കിടക്കുന്നു, ഞങ്ങൾ അവനെ നോക്കുന്നു, ഞങ്ങൾ അവന് വേണ്ടി എക്സ്പെൻഡിച്ചർ ചിലവാക്കുന്നു, ഞങ്ങൾ എ സി ഇടുന്നു. അതിന് നിങ്ങൾക്ക് എന്താ ബ്രോ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. പിന്നെ കട്ടിലിൽ കിടത്തണോ വേണ്ടി അത് ഞങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ. ഞങ്ങൾക്ക് അവനെ കട്ടിലിൽ കിടത്താനോ ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ കിടത്തുന്നു. ഇതൊരു വലിയ ഭാവമായിട്ട് പറയുന്നതല്ല കേട്ടോ. ചിലവർ 2-3 പേര് ചോദിക്കുന്നുണ്ട് ഇവനെ കട്ടിലിൽ കിടത്തുന്നു, അവൻ കിടക്കേണ്ട അടുത്ത് കിടത്തണം. അത് ഞങ്ങളല്ലേ നിശ്ചയിക്കേണ്ടേ, ഞങ്ങളെവിടെ കിടത്തണം, അവന് നല്ല പൊന്നുപോലെ നോക്കുന്ന അവന് ഉള്ളിടത്തോളം കാലം അവൻ ഞങ്ങളോട് കട്ടിലിൽ കിടക്കും, എ സി ഇട്ട് കൊടുക്കും. അതിന് ആൾക്കാർക്ക് എന്താ, അവന്
ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇവിടെ പോയിരുന്നാൽ ഡെയിലി അവന് വേണ്ടി ഞങ്ങൾ ഒരു റൂമിൽ AC ഇട്ട് കൊടുക്കും. ഞങ്ങൾക്ക് ആ പൈസ പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ചൂടത്തിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കൊൽക്കത്തയിൽ ഭയങ്കര ചൂടാണ് ഇവിടെ കൂടുതൽ. മനസ്സിലായി? 6 മാസവും ചൂടുള്ള സ്ഥലമാണ് ഇവിടെ. ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിലെ ചൂടൊന്നും അല്ല ഇത്, സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവന് മുടിയൊക്കെ ഉള്ളതാണ്, ഇവന് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കും. അതിലൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ AC ഇട്ട് അങ്ങനെ വലിയ പ്രമാദത്തിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ അവനെ വീഡിയോ ഇവനിപ്പോൾ 5 വയസ്സായി. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് 3 കൊല്ലം. ഈ 3 കൊല്ലത്തിന് മുമ്പും അവൻ AC-യിലും ഇതുപോലെ ബെഡിൽ തന്നെ കിടക്കുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു ഇവൻ ഇച്ചിരി ബുദ്ധിയൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കുന്നു. ഞാൻ മാത്രമല്ലല്ലോ, ഇതുപോലത്തെ എത്രയോ പെറ്റുള്ളവർ വീഡിയോ എടുക്കുന്നു. നിങ്ങളാണ് ഇതുപോലത്തുള്ള അല്പപ്രാണികളെയൊക്കെ ഉണ്ടല്ലോ കൊണ്ടൊന്ന് പുറത്ത് കളയുന്നെന്ന് എനിക്കിപ്പോൾ നിങ്ങളുടെ വാചകത്തോടെ മനസ്സിലായി. ഈ ഷിജു എന്ന് പറയുന്ന ബ്രോയോട് പറയുന്നത്. അതുപോലെ കുറേ പേരുണ്ട് ഈ 10 പോസിറ്റീവായിട്ട് വരുമ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതുപോലെ മനസ്സുള്ളവരാണ് ഇതുപോലത്തെ ജീവികളെ കൊണ്ടുവന്ന് പുറത്തിടുന്നെന്ന് എനിക്ക് ആ ഒരു മെസ്സേജോടെ മനസ്സിലായി. ഇതിനൊക്കെ ഉണ്ടല്ലോ നല്ലൊരു മനസ്സ് വേണം. ഈ പെറ്റിനെ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല മനസ്സുണ്ടായിട്ട് അവരങ്ങനെ നോക്കുന്നതല്ല. നമ്മുടെ വീഡിയോക്ക് വേണ്ടി വീഡിയോ എന്തോരം ഇട്ടാലാണ് കാശ് കിട്ടുന്നത്, അതൊന്നും കിട്ടുന്നൊന്നുമില്ല. അതിലൊന്നും അധികമൊന്നും കിട്ടുന്നൊന്നുമില്ല. കൂടിപ്പോയിരുന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇന്നങ്ങ് ചെയ്ത് നാളെ കിട്ടുന്നതല്ല. അതിന് ഒരുപാട് ഹാർഡ് വർക്കുണ്ട്. പറഞ്ഞു മനസ്സിലായോ? പിന്നെ ഓരോരുത്തർ പെറ്റിനെ വളർത്തുമ്പോൾ അവരുടെ മനസ്സ് തുറന്ന് വളർത്തുന്നത്. ഇതിപ്പോൾ താങ്കൾക്ക് പറ്റുമോ? ഈ ഷിജു ബ്രോ എന്ന് പറയുന്ന താങ്കൾക്ക് പറ്റുമോ ഇവരെ ഇങ്ങനെ നോക്കാൻ? പറ്റത്തില്ല. തൻ്റെ മനസ്സ് അതാണ്. അങ്ങനെയുള്ളവരാണ് ഇതിനെ കൊണ്ടൊന്ന് പുറത്ത് കുപ്പയിലും റോഡിലൊക്കെ കളയുന്നത്. മനസ്സിലായോ? ഞങ്ങളങ്ങനെ കളയത്തില്ല. ഞങ്ങളുടെ ജീവൻ കിടക്കുന്നവരെ അവൻ AC കിടക്കും, ഞങ്ങളുടെ ബെഡിൽ കിടക്കും, ഞങ്ങൾ അവനെ നോക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. ഓക്കെ. ഷിജു ബ്രോയ്ക്ക് പറഞ്ഞു. ഇപ്പോൾ ഷിജു ബ്രോ ഇന്നലെ ഷിജു ബ്രോ എന്ന് പറഞ്ഞു, അയാൾക്ക് കൊടുത്ത മറുപടിയാണ് കേട്ടോ. കാരണം നിങ്ങളെപ്പോലെ ഗന്ധമായിട്ടുള്ള ചീഞ്ഞ മനസ്സുള്ളവരാണ് ഇതുപോലത്തുള്ള ജീവികളെ കൊണ്ടുവന്ന് പുറത്തിടുന്നെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ ആ ഒരു ലെവലിൽ പെട്ടതാണ്. മനസ്സിലായി? ഇങ്ങനെ നോക്കുന്ന കുറേ ചാനലുകളുണ്ട്. അവർക്കൊക്കെ നല്ല മനസ്സുള്ളതുകൊണ്ട് അവർ നോക്കുന്നത്. അതുപോലെ നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ ഒരു ദിവസം നോക്കുമോ? ഇവനെ അപ്പിടുമ്പോൾ തുടക്കുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അതുപോലെ നിങ്ങൾ നോക്കുമോ? നോക്കത്തില്ല. നിങ്ങൾക്ക് ഇവരുടെയൊക്കെ ജീവൻ അത്രക്കുള്ള വിലയെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുള്ളതുകൊണ്ടാണല്ലോ അവനെ മേടിച്ചത്, അവനെ വാങ്ങിയതും അവനെ നോക്കിയതൊക്കെ. എനിക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ വീട്ടുകാർക്കോ ഇല്ലാത്ത വിഷമം ഈ ഷിജു ബ്രോയ്ക്ക് എന്തിനാ? അവനെ ഞങ്ങളെ കട്ടിലിൽ തന്നെ കിടക്കും. ഞാൻ കൊൽക്കത്തയിലാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ കാലാവസ്ഥ വേറെയാണ്. അപ്പോൾ ഞാൻ അവനെ നോക്കേണ്ട പോലെ നല്ല വെള്ളം നോക്കും. അപ്പം ഞാൻ ഇതിനും കൂടെയാണ് ഈ മറുപടി പറയാനും കൂടെയാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ വിചാരിച്ചു കുറേ ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നു. ഇതുപോലത്തെ അത് കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി വിഷമമുണ്ട്. റിമൂവ് ചെയ്ത് കളയുന്നു. വേണ്ട മറുപടി കൊടുക്കാൻ ചിലവർ ഇതുപോലെ വന്ന് കയറി പറയുന്നുണ്ട്. വേറൊരു സ്ത്രീ എഴുതിയിട്ടുണ്ടായി, AC ഇടുന്നു ഊളകളെന്നോ എന്തൊരു നിങ്ങൾക്ക് എന്നാന്നേ, നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് AC ഇട്ട് ജീവിച്ചുകൂടെ? നിങ്ങളോട് പറഞ്ഞോ വേണ്ടാന്ന്? ഓക്കെ. ഞങ്ങളുടെ ഇവൻ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ പിന്നെയും പറയുന്നു, അവൻ AC കിടന്ന് എന്നെ ജീവിച്ചാണ്. ഇന്നും അവന് വേണ്ടി തന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ദിൻ-രാത്ത് ഡേയും പകലും ഞങ്ങൾ അവന് വേണ്ടി തന്നെ ഒരു റൂമിൽ AC ഇടുന്നു. അവന് ഈ റൂമാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ AC ഇട്ട് കൊടുക്കും. ആ റൂമിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയി AC ഇട്ട് കൊടുക്കും. നിങ്ങളാരും അല്ലല്ലോ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് അടക്കുന്നത്, ഞങ്ങളല്ലേ അടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. മനസ്സിലായില്ലേ? ഒരു കുട്ടി ഇപ്പം നമ്മൾ മക്കളെ എങ്ങനെ ശീലിച്ചോ അതുപോലെ വരത്തുള്ളൂ. അതുതന്നെ അവർ 4 കാലിൽ എഴുതുന്നുണ്ട്, അവരും അങ്ങനെ പോലെയാണ്. മനസ്സിലായോ?
അത്രയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയാൻ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത്. ഇതൊക്കെ എനിക്ക് പറയണം തോന്നി. കുറേ പ്രാവശ്യമായി ഞാൻ മെസ്സേജ് കണ്ട് മടുത്തു. അപ്പോൾ ഈ ഷിജു ബ്രോ എന്ന് പറഞ്ഞാൽ ഈ ഊളകളെന്ന് പറയുന്ന ആ സ്ത്രീയോടൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അത്ര ഊളകളൊന്നുമല്ല. ഈ പറയുന്ന നിങ്ങൾ ഇത്ര, എനിക്ക് ആ വാക്ക് പറയാൻ വിഷമമുണ്ട്. നിങ്ങളാണത്, ഞങ്ങളല്ല. ഞങ്ങൾ ഊളകളെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. ഞങ്ങൾ നല്ല ഭംഗിയായിട്ടാണ് ഇവനെ നോക്കുന്നത് കേട്ടോ. നമ്മൾ ആരോട് ചോദിക്കുന്നുമില്ല. ഇവന് ഭക്ഷണം, ഇവന് മെഡിസിൻ, ഇവന് വർഷാന്തോറുള്ള ചെക്കപ്പ്, ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നവരാണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുകയെന്നേ, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നേ. എന്തിനാ നിങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ വന്ന് ചെയ്യുന്നു? നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നു ഇവൻ്റെ AC-യുടെ പൈസ ചോദിക്കാനും അല്ല ഇവനെ നോക്കുന്നതിന് ഇത് ചോദിക്കാനും. ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നേ. എൻ്റെ മക്കളൊക്കെ നല്ല ജോലിയിൽപ്പെട്ടവരാണ്. മനസ്സിലായോ? നല്ല ജോലി, നല്ല ശമ്പളം മേടിക്കുന്നവരാണ്. അവനെ നോക്കാൻ നല്ല കഴിവുണ്ട്. എൻ്റെ ഹസ്ബൻഡും ജോലി ചെയ്യുന്നവരാണ്. മനസ്സിലായോ? അപ്പോൾ അതൊന്നും പറയണ്ട. അപ്പോൾ അങ്ങോട്ടൊന്നും ഇങ്ങനത്തെ ഡയലോഗൊന്നും അടിച്ച് ഇങ്ങോട്ടൊന്നും വരാൻ നിൽക്കണ്ട. പറഞ്ഞു കേട്ടോ. ഇതിനൊക്കെ ഒരു നല്ല മനസ്സ്, നല്ല ശുദ്ധമായ മനസ്സ് വേണം ഇവരെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ. നമ്മുടെ ദിൽ തുറന്ന്, നമ്മുടെ ചങ്ക് തുറന്ന് അവരെ നോക്കണം. അല്ലാതെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയൊന്നുമല്ല. ഈ പെറ്റിനെ നോക്കുന്ന എല്ലാവരെയും ഞാൻ ഹാറ്റ്സ് ഓഫ് യു, പ്രൗഡ് ഓഫ് യു. നിങ്ങളെ എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ചാനലുണ്ട്, ബാംഗ്ലൂർ, ലുക്കാച്ചൻ, അവരെയൊക്കെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. എനിക്കറിയാം ഇവനെ നോക്കുമ്പോൾ എനിക്കറിയാം അത് എങ്ങനെ ചങ്കും കരളും തുറന്നാണ് നമ്മൾ നോക്കുന്നതെന്ന്. അതുപോലെ തന്നെ അവർ നോക്കുന്നത്, അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ടുണ്ട്. ഇവരെ പോലുള്ള ജീവികളെ നോക്കുന്നതിന് ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവനെ നോക്കുന്നത്, ഇവനിങ്ങനെ ബെഡിൽ കിടക്കാത്തവർക്ക് വേണ്ട. ചില ആൾക്കാർ ഇപ്പം ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. ഈ പാലക്കാടൻ ചങ്ങാതിയിലൊക്കെ ഇവരെ പോലെയുള്ള ജീവികളെ ആവശ്യം കഴിഞ്ഞ് പുറത്തേക്ക് ഇടുന്നത്, സ്കിൻ ഡിസീസ് വരുമ്പോൾ പുറത്തേക്ക് ഇടുന്നത്, കാട്ടിക്കൊണ്ടെന്ന് എറിയും, റോഡിൽ കൊണ്ടെന്ന് എറിയുന്നത്. എങ്ങനെ മനസ്സ് വരുന്നു? അപ്പം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ വീഡിയോ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, അങ്ങനെയുള്ള ആളുകളിൽ എത്തിച്ച് ഇവരെ എങ്ങനെയെന്ന് 10 പേര്, ഇപ്പം ഞാൻ ലുക്കാച്ചൻ, നമ്മുടെ ഇവൻ, പിന്നെ നമ്മുടെ ബാംഗ്ലൂർ മല്ലു, ഇവരെ പോലെയുള്ളവർ ഈ ജീവികളെ ഈ കുട്ടികളെ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് അവർക്ക് കുറച്ചെങ്കിലും, ഈ കൊണ്ട് കളയുന്നവർക്ക് കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് തോന്നണം. മനസ്സിലായോ? എല്ലാവരും കാണണം അവരെങ്ങനെ നോക്കുന്നു. ഇതെങ്കിലും കണ്ട് ഈ കളയുന്നുള്ളവർക്ക് കുറച്ച് പശ്ചാത്താപങ്ങൾ തോന്നണം. അപ്പം അതിനൊക്കെ വേണ്ടിയും ഇവരെ എങ്ങനെ നോക്കുന്നു എന്ന് ചിലവരെങ്കിലും കണ്ട് മനസ്സ് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്ത് പലവർക്കും ഇത് അയച്ചു കൊടുക്കണം. കാരണം ഇവരെ പോലെയുള്ള കൂടുതൽ ലാബിനെയാണ് പുറത്ത് കൊണ്ടുവന്ന് കളയുന്നത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഇനിയും എൻ്റെ മോൻ ബെഡിൽ കിടക്കും, ഇനിയും അവന് AC ഇട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? എല്ലാം ചെയ്തു കൊടുക്കും. അവന് വേണ്ടിയുള്ള എല്ലാം, ഞങ്ങളുടെ പ്രാണം പോയിരുന്നാലും ഞങ്ങൾ 4 പേര് ചെയ്തു കൊടുക്കും. ഞങ്ങൾക്കുണ്ടായിട്ടാണല്ലോ ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിനൊന്നും പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ മെസ്സേജ് ചെയ്ത് വരണ്ട. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ കാണാൻ ഇഷ്ടമല്ല, അവൻ ബെഡിൽ കിടക്കുന്നത് കാണാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവന് AC കിടക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. മനസ്സിലായോ? പെറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, അവർ കണ്ടോട്ടേന്നേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കുറേ 1, 2, 3 മെസ്സേജ് വന്നപ്പോഴും ഞാൻ റിമൂവ് ചെയ്തു. ചിലവർ ഒരു ഊളകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മെസ്സേജ് വന്നപ്പോൾ അതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ഊളത്തരം ചെയ്തു എന്നേ ഊളകളെന്ന് പറയാൻ. ഈ സ്ത്രീ പറയുന്നുണ്ട്, ആ സ്ത്രീയുടെ പേര് തന്നെ ഞാൻ മറന്നുപോയി. ഊളകളെന്ന് ചെയ്യാൻ നമ്മൾ എന്ത് ഊളത്തരം ചെയ്യുന്നു? എത്രയോ ചാനലിൽ ചീത്തയൊക്കെ കാണിക്കുന്നു. നമ്മളതൊന്നുമല്ല, നമ്മൾ ഇവനെ കാണിക്കുന്ന ഈ കുഞ്ഞിനെ നോക്കുന്നതിന് നമ്മൾ ഊളകളെന്ന് പറയുന്ന ആ സ്ത്രീയുടെ മനസ്സെത്ര ചീത്തയായിരിക്കും. അതാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം ഇത്രയൊക്കെ എനിക്കുള്ളൂ പറയാൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് പോവുക കേട്ടോ. ഞങ്ങളുടെ മകനെ ഞങ്ങൾ അവസാനം വരെയും ബെഡിൽ തന്നെ കിടത്തും, തലകണിയിൽ തന്നെ കിടത്തും, പില്ലോയിൽ തന്നെ കിടത്തും, AC ഇടും. അതിലൊന്നും ആരും പറയാനില്ല. ഞാൻ കേരളത്തിൽ നിന്ന് കൊൽക്കട്ടയിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ അവനെ വളർത്തും. ഞങ്ങൾ ആരോട് ചോദിക്കാനൊന്നും വന്നില്ലല്ലോ. ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ വന്നില്ലല്ലോ. ഞങ്ങൾക്ക് വിഷമമില്ലെന്നേ. പിന്നെ എന്തിനാ ഈ ഷിജു പ്രോയെ പോലെയുള്ളവർക്ക് വിഷമം? ഓക്കെ. അപ്പോൾ ഇനിയും ഇവനെ ഇഷ്ടപ്പെടുന്നവരെ ഷെയർ ചെയ്യുക, ഇതൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക എല്ലാവർക്കും. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുക.
എന്നെപ്പോലെയുള്ള ഒരു ലുക്കാച്ചൻ്റെ ഇതുണ്ട് കേട്ടോ, അതും നല്ല വീഡിയോ ആണ്. ബാംഗ്ലൂർ മല്ലൂസ് അതും നല്ല, അതുപോലെ ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ. ഒരു അപ്പ് അതും നല്ല വീഡിയോ ആണ്. ഇങ്ങനത്തുള്ള ഈ പെറ്റിനെ നോക്കുന്നുള്ളവർക്ക് നിങ്ങളൊരു നല്ല സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവരുടെ വീഡിയോയും അവരുടെ ചാനലിലുള്ള വീഡിയോസും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലത്തെ മനസ്സുള്ളവരൊക്കെ കുറേ പേരുണ്ട്. അവരൊക്കെ കാണട്ടെ എങ്ങനെയൊക്കെ ഇവരെ നോക്കുന്നു, ഈ കൊണ്ട് കളയുന്നവരൊക്കെ എങ്ങനെ നോക്കുന്നു എന്ന് നോക്കട്ടെ, അവർ കാണട്ടെ. അതിനുവേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റുന്നില്ല ലൈവിലിരിക്കാൻ. അപ്പം ഞാൻ ഇവനെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. ഈ ഷിജു ബ്രോ എന്ന് പറയുന്ന ഈ ഊള എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു സ്ത്രീ, അവർ എന്നെ പറഞ്ഞില്ലേ ഊളകളെന്നൊക്കെ, ഞങ്ങളെ പറഞ്ഞു ഊളകളെന്ന്. ഈ സ്ത്രീയോട് ചോദിക്കുന്നു, ഞങ്ങൾ കൽക്കട്ടയിലാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ഊളകളെന്നാണ് ഞങ്ങൾ തോന്നിയത്? ഈ പറയുന്ന ഈ വേർഡ് പറയാൻ തോന്നിയ ആ സ്ത്രീ എത്ര ചീത്ത മൈൻഡായിരിക്കും, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, നീ പറഞ്ഞു വരുമ്പോൾ ഞാൻ കുറച്ച് ഓവറായിരുന്നിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ മതി. അപ്പോൾ ഇനി ഇഷ്ടമുള്ളവരൊക്കെ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. അവനിങ്ങനെ കാത്തുകുത്തിയിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ. ആർക്ക് വേണ്ടിയല്ല, ഈ കുറേ ചീത്ത മെസ്സേജ് വന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു കേട്ടോ. നമ്മൾ കുറേയൊക്കെ സഹിച്ചിരിക്കും, കുറേയൊക്കെ റിമൂവ് ചെയ്യും ചീത്ത വീഡിയോസ്. പക്ഷേ ഈ ഊളകളെന്നൊന്നും പറയാൻ നിൽക്കരുത്. നിങ്ങളോട് എന്താ ഊളത്തരമൊക്കെ നമ്മൾ കാണിച്ചത്? നമ്മളൊന്നും ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ ഒക്കെ വീഡിയോയിൽ വരുന്നുണ്ട്. പക്ഷെ ഒരു ചീത്തയായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ടോ? മാന്യമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഉണ്ടാക്കിയെടുക്കും, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എടുക്കുന്നു. പക്ഷെ നിങ്ങൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. അവർ ഇത്രയധികം ഈ നാക്കെടുക്ക പ്രാണികളെ നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അഭിമാനിക്കണം. ഇതുപോലെയുള്ള ചാനലുകൾ കുറേ ഉണ്ട്, അവരെയൊക്കെ അഭിനന്ദിക്കുക. അത് വേണ്ടത്. അല്ലാതെ ഉൾട്ട വന്നിട്ട് നമ്മൾ ഊളകളാണ് ഇവരെ നോക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അതൊക്കെ ഞാൻ ആ മെസ്സേജ്, കാരണം എൻ്റെ മക്കൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് അവർക്കറിയില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് കാണുമ്പോൾ അതൊരു വിഷമമായിട്ട് വരും. അതുകൊണ്ട് ഞാനത് അപ്പം തന്നെ റിമൂവ് ചെയ്യും കേട്ടോ. എൻ്റെ മക്കൾക്ക് മലയാളം വായിക്കാൻ അറിയാത്തതൊരു ഭാഗ്യമായിപ്പോയി. ഭാഷ പ്രോബ്ലം ഉണ്ട് അവർക്ക് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതേതോ ചാവി ബാഗ് ഭിത്തറേ രേഖോ അമ്മീനി. നമ്മുടെ വണ്ടി കഴുകാൻ ആൾ വന്നതാട്ടോ. നമ്മൾ ഞായറാഴ്ച ഗ്യാരേജിൽ പോയി അയാൾ വണ്ടി കഴുകുന്നത്. നമ്മളവിടെ ഗ്യാരേജ് സൗകര്യമില്ലേ, അപ്പോൾ അത് കാരണം വണ്ടിയുടെ ചാവി കൊണ്ടുവന്നതാണ് കഴുകിയിട്ട്. അപ്പം നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ വരാം. ഇത്രയൊക്കെ തന്നെ. അപ്പോൾ മെസ്സേജ് എഴുതുന്നവരൊക്കെ ഇഷ്ടമുള്ളവർ കാണുക. ഓക്കെ ബൈ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ബൈ.